ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് എങ്ങടാന്നുള്ളത് ഈ പാലം കണ്ട ആരെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ നമ്മുടെ വെള്ളിയങ്കല്ലിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ തൃത്താരയുടെ സ്വന്തം വെള്ളിയങ്കല്ലിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളിയങ്കല്ലി പാർക്കിലേക്കാണ് പോണത് കേട്ടോ. നമ്മളൊരു 11 മണി ഒക്കെ ആകുമ്പോഴാണ് പോരുന്നത്. ഉച്ചയ്ക്ക് ശേഷം വരുമ്പോഴാണ് ശരിക്കും നല്ലൊരു വൈബ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഉച്ചയ്ക്കാകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകാനുള്ള രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ. നല്ല സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടു. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി. വെള്ളത്തിൻ്റെ പൈസ നടക്കും നടക്കും പപ്പടൊക്കെ നടക്കും. അപ്പം നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കണം കേട്ടോ. കുട്ടികൾക്ക് ഒരു 3 to 12 വയസ്സുള്ള കുട്ടികൾക്ക് 10 രൂപയാണ് കേട്ടോ, വലിയവർക്ക് 20 രൂപയാണ്. അപ്പോൾ നമ്മൾക്ക് 40 രൂപ ടോട്ടൽ ചിലവായിട്ടുള്ളത്. നമ്മൾ 2 ആളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഞ്ഞുവിന് 3 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് വാ. വെയിലുണ്ടോ? വെയിലുണ്ടാ? ണ്ടല്ലോ തിരക്കൊന്നുമില്ല അല്ലേ? അത് സൺഡേ നല്ല തിരക്കുണ്ടാവണ്ടല്ലേ? ഹായ് അങ്ങനെ നോക്കൂല. ഹായ് ഹായ് ചായ അല്ല പോയില്ല പോയേ ചായ. വേഗം വരാം. വരാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ടൈം എന്ന് പറയുന്നത് 10 മണി മുതൽ വൈകിട്ട്, അതായത് നൈറ്റ് 8 മണി വരെയാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ നേരത്തെ എത്തുക തന്നെ തോന്നുന്നു. അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കൊച്ചേപ്പിക്കൊക്കെ വരികയുണ്ടാവും. അപ്പോൾ ഇതാ അവിടെ വെള്ളമൊക്കെ നന്നായി ഒഴുകുന്നുണ്ട് കേട്ടോ. അത്ര 2-3 ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്? വെള്ളത്തേക്ക് പോവാനാ? അയ്യോ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. നല്ല വെള്ളമില്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ മേലേക്ക് കയറിയിട്ടുണ്ട്. ചെല്ലാണ് കേട്ടോ ചക്കര. അവിടെ എന്തൊക്കെയോ കണ്ടുവച്ച രീതിയിൽ ഓടുണ്ട് കേട്ടോ. അവന് ഇപ്രാവശ്യമാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടി കളിക്കാനുള്ള രീതിയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റേത് നമ്മൾ വരുമ്പോൾ അവൻ എടുത്തുകൊണ്ട് നടക്കിയിരുന്നു. ഇപ്പോൾ അവന് 2-2.5 വയസ്സ് ആവണു. അപ്പോൾ അവന് ഒറ്റയ്ക്ക് കളിക്കാറൊക്കെ ആയി നല്ല സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഒറ്റയ്ക്കുള്ള കുട്ടികളെ നമ്മൾ വീട്ടിൽ ഒരു കുട്ടി മാത്രമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകണം നല്ലതാണ്. കാരണം അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും, എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. മറ്റു കുട്ടികളൊക്കെ ഉണ്ട് വെച്ചാൽ പിന്നെ കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുഞ്ഞുവിന് വീട്ടിൽ ആരുമില്ല കളിക്കാൻ, ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവനായിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പാർക്കിൽ ഇങ്ങനെ പോട്ടോ. ഇനി അതിലിട്ടോ
ബേബി ഇരുന്നോ, അവിടെ ഇരുന്നോ, അമ്മ പിടിക്കും. അത് ഇഷ്ടമായിട്ടോ അയ്യോ അതാ ഓടുന്നു. അപ്പം അവനായിരുന്ന ആടണത് വലിയ ഇഷ്ടമായില്ല. അപ്പം അവൻ ഇതിൽ കയറാൻ സ്ലൈഡിൽ കയറാൻ നോക്കട്ടെ. അപ്പം ഞാനും ജസ്റ്റ് അവൻ്റെ പിന്നാലെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ അവിടെ ആൾക്കാരൊന്നും ഇല്ല. അപ്പം ഞാൻ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഈ കയറണത്. അപ്പോൾ അവൻ്റെ ഒപ്പം ഞാനും ഒന്നിങ്ങനെ ഉരുസി നോക്കിയിട്ടോ. പക്ഷെ എനിക്ക് നല്ലൊരു പണി കിട്ടി. എൻ്റെ ചെരുപ്പിൻ്റെ ഹീല് പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് അവിടെ നിന്ന് തട്ടി വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇതുകൂടി ആയപ്പോൾ ചെരുപ്പിൻ്റെ കാറ്റ് തീരുമാനമായി. അപ്പം ഞാൻ അത് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം മറ്റേ ചെരുപ്പിൻ്റെ കൂടി ഞാൻ ഇതേപോലെ ആ ഹീലൊക്കെ കൊണ്ട് ഇളക്കി കളഞ്ഞിട്ടാ. ആ പിടിച്ചിരുന്നോ? ഹായ് മതിയാ അതിലിരിക്കണേ. പിടിക്ക് പിടിക്ക് പിടിക്ക്. പതുക്കെ ബേബി പതുക്കെ. നിക്ക് 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 നിക്ക്. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ ഓരോന്നിലിങ്ങനെ ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനാദ്യമായിട്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വിടുന്നു കേട്ടോ ഈ സ്ലൈഡിലൊക്കെ കയറാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ കയറുന്നത് കേട്ടോ. പിന്നെ അവൻ നന്നായി ശ്രദ്ധിച്ച് മാത്രമേ കാര്യങ്ങൾ എന്തും ചെയ്യുള്ളൂ. അവൻ വിടാത്ത രീതിയിൽ അങ്ങനെ ഒക്കെ നല്ല ശ്രദ്ധിച്ചും കൊണ്ടേ ചെയ്തു. കാരണം നമുക്ക് എന്ത് അവൻ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ വിടാം കേട്ടോ. അപ്പം അങ്ങനെ എന്നാലും നമ്മളൊന്ന് താങ്ങാൻ നിൽക്കും കേട്ടോ. മുന്നിലൊരാളായിട്ട് ഇങ്ങനെ എപ്പോഴും നിൽക്കും. കാരണം നമുക്ക് എന്നാലും ചെറിയൊരു പേടി ഉണ്ടാവുമല്ലോ. മൂപ്പയോട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ എനിക്ക് ഇവന് ഇതിലിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഉദിച്ച് പോയിട്ട് അവിടെ ആ മണ്ണിൽ പോയിട്ട് അങ്ങനെ വീഴുമ്പോൾ ഒരു പേടിയാട്ടോ. കാരണം നീ കയ്യും കാലം ഒടുങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നുള്ള ആ ഒരു ഭയം നമുക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ എന്നാലും വല്ലാതെ രീതിയിലൊന്നും പറ്റില്ല. മണലുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അപ്പം ചക്കര ഇവിടെ ഇരുന്ന് കളിക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാനെന്തായാലും കുറച്ച് നേരം ഊഞ്ഞാലാടാലോ എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഊഞ്ഞാലൊന്നും ആടാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നെന്താ കുഴപ്പമില്ല. മറ്റേ ഞാൻ ഊഞ്ഞാലൊക്കെ ആടുമ്പോൾ അപ്പോൾ വൊമിറ്റ് ചെയ്യുള്ളൂ. ഇന്ന് വലിയ കുഴപ്പമില്ലാത്തൊരിത് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുക. ഞാൻ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാട്ടോ ഇരിക്കണത്. കാരണം നടക്കേട് കുട്ടികളുടെ സാധനത്തിൽ ഇരുന്ന് ആടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചീത്തയും കേൾക്കുന്നുണ്ടാവും. പറയാൻ പറ്റില്ല. ചിലവരാണെന്ന് പറയും കുട്ടികളതിൽ ഇരുന്ന് ആടരുതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ എല്ലാ പാടും നോക്കിയിട്ടൊക്കെയാണ് ഇരിക്കണത്. അപ്പോൾ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അവിടെ ചക്കരയ്ക്ക് കളിക്കാനുള്ളതൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ റൈറ്റ് സൈഡിലേക്കായിട്ട് നമ്മൾ പാർക്കിലേക്ക് കയറിയിട്ടുണ്ട് വെച്ചാൽ റൈറ്റ് സൈഡിലായിട്ട് വെച്ചാലാണ് ഇവരുടെ ഒരുപാട് കളിക്കേണ്ടതുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക. 2 കുട്ടികളെ കണ്ടപ്പോൾ അവ ഏറ്റവും ഇടയിൽക്കൂടെ കയറി ഓടിയിട്ടാണ് വിളിച്ചേട്ടാ അവനെ പിടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അതുകൂടെ കട്ട് ചെയ്യണേ. അപ്പം നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ വരുന്നത്. ഇല്ലില്ല കണ്ടുപിടിക്കും ഞങ്ങള്. കണ്ടുപിടിച്ചാ ആമ്പടാ. പതുക്കെ കറഞ്ഞിട്ടാ പതുക്കെ കറഞ്ഞിട്ടാ. ബേബി ഇതില് വേടാ. ഇതിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണത്തിൽ റൈറ്റ് സൈഡിൽ കാണുന്നതിൽ എന്തൊക്കെയോ തകരാറുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്ത് കൂടെ ഒന്നും അവിടെ മറ്റേ കയറൊക്കെ ഇട്ടിട്ടുണ്ട് കിടക്കണ്ട വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രമേ ഒഴുക്കാൻ പറ്റുള്ളൂ ഇവർക്ക്. അപ്പോൾ ഈ ഒരു സൈഡ് നല്ല അടിപൊളിയാണ്. കാരണം കുട്ടികൾ പെട്ടെന്ന് വിട്ട് മണ്ണിലാണ്ട് വീഴുക. ഇതിൽ തന്നെ വന്ന് അപ്പോൾ അത് കാരണം നമുക്കൊരാശ്വാസം അതിൽ ഇതിൽ കയറുമ്പോൾ പെട്ടെന്ന് മണ്ണിക്കല്ലല്ലോ വീഴുന്നത്.
ചക്കര പിന്നെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ ഓടി കയറുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ അങ്ങനെ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ അതിൽ പോയിരിക്കുന്നു. നമ്മൾ നേരത്തെ വരുമ്പോൾ ഒരു 2 കുട്ടികളായിട്ടൊരു ഫാമിലി ഉണ്ടായിരുന്നല്ലോ, അവരാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അതാ കുറച്ച് നേരം മാശാന്തിൽ പോയിരുന്ന ആടുണ്ട്. അപ്പോൾ അതൊന്നും അവന് പറ്റുന്നില്ല കേട്ടോ, കാരണം അതൊന്നും ഇഷ്ടമാണില്ല. അതാണ് പിന്നെ ഇതാ അടുത്ത സ്ലൈഡിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കറങ്ങി വരുന്നതാണ്. എന്തായാലും ചേട്ടൻ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ കയറുന്നു കേട്ടോ. പേടിയാണ് അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി ഈ കയറുന്നതിന് കുറച്ച് ഗ്യാപ്പുള്ള കാരണം ഇന്ന് പോവും ചേട്ടാ. ഇവിടെ കൂടിക്കോ. എന്താടാ അതിൽ വരണ്ട കുഞ്ഞോ? അത് നിങ്ങളറിഞ്ഞാ നമ്മൾ പെട്ടു. ദേ പോണത് പിടിച്ച പിടിച്ച പിടിച്ച. ബേബി നമുക്ക് അങ്ങോട്ട് പോവാ. എവിടെ? ഇവിടെയാണ്. ആ ഇവിടെ നല്ലതുണ്ട്. ഇത് നല്ലതാ. അതെ പിടിച്ചോ പിടിച്ചോ. ഇവിടെ 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 അവിടെ അവിടെ അങ്ങോട്ട് പോവാ. അവിടെ പോയി കയറിക്കോ. പപ്പയുടെ അടുത്ത് കയറിക്കോ കുഞ്ഞോ. പപ്പ ചുറ്റു കഴിഞ്ഞാ? ആ വേഗം വേഗം പെപ്പിട്. ബേബി ഇറങ്ങി. ബേബിൻ്റെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എനിക്ക് പറയണട്ടാ. അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊടുക്കും. ഇവിടെ നിന്ന് കൊടുക്കും. അപ്പോൾ കുഞ്ഞുതാ ഓരോന്നിലും മാറി മാറി കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നടന്ന് അവൻ്റെ ഒപ്പം നടന്ന് നമുക്ക് വയ്യാതെ. അപ്പോൾ ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ പോയിരിക്കുക പോകട്ടാ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ, ബ്രൈഡ് ടു ബിയുടെ. അപ്പോൾ വേണോ? ഇടക്കിടക്ക് ഓടി വരുന്നുണ്ടല്ലോ. വെള്ളം വേണോ? പിടിച്ചു കൊടുക്കൂ. ഞാൻ ഇടക്കിടക്ക് ക്ഷീണിക്കാ പോണട ചെക്ക. മതി അമ്മ വിളിച്ചരാം. കുഞ്ഞിക്കിളി ഇടക്കിടക്ക് ക്ഷീണിക്കാണ്. കുഞ്ഞ് വിളിച്ചരാം വിളിച്ചരാം. അത് പപ്പടം മേലിക്കാക്കണ്ട. മതി ഇനി കളിച്ചോ പോയിട്ട്. ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോരെ. ഓക്കെ ഓക്കെ.
ക്ലോസ് ചെയ്യ്. ആ ഓക്കെ ഗുഡ് ബോയ്. ഞാൻ അവിടെ കുറച്ചാൽ ഇരിക്കി കേട്ടോ. എങ്ങോട്ടാ പോണേ? ഞാൻ വരത്തുമ്പോൾ കയറുക. ഇതാ പോട്, പോയി പിടിച്ചോ പ്രിയേ. റെസ്റ്റ് എടുക്കലൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരും വെള്ളത്തിന്, വെള്ളം കുടിക്കാൻ വരും. വെള്ളം കുടിച്ചിട്ട് അപ്പം തന്നെ ഓടും. പിന്നെ ഈ കളി തന്നെയല്ലേ. അവൻ വെള്ളത്തിന് ചായ ചായ എന്നിട്ട് പറയുക. വെള്ളം എന്ന് പറഞ്ഞെടുത്താൽ പിന്നെയും വല്ലപ്പോഴൊക്കെ എന്ന് പറയുള്ളൂ. അതാ കളിച്ചൊരു കാക്കേനെ കണ്ടപ്പോൾ മൂപ്പരാൾ കാക്കയുടെ പിന്നാലെ പോയിട്ട് ഞങ്ങൾ വിചാരിച്ചുള്ളത് കാക്ക വന്നപ്പോൾ അതിന് പിന്നാലെ അവൻ പോകുന്നുള്ളത്. അപ്പോൾ ഇതാ അതിനെ കല്ലെടുത്ത് എറിഞ്ഞിട്ടും അതിൻ്റെ പിന്നാലെ ഓടിയിട്ടും ഇതന്നെയാണ് അവന് വീട്ടിലും പണി. എന്താപ്പി കവലെടുത്തില്ല. ഇത് അപ്പില്ല പാപ്പല്ലേ. ഒരു ബ്രൈറ്റ് ട്യൂബ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ കേക്ക്. ആ എടുത്തെടുത്ത പോവാ പോവാ നടക്ക്. ഐസ്ക്രീം പോവാ ഐസ്ക്രീം കുടിക്കാം. നിങ്ങളാണ് പോണത്. മതി ഒന്ന് പോവാ പറഞ്ഞിട്ടപ്പോ കരച്ചിലൊക്കെ കേട്ടത്. ഐസ്ക്രീം വാങ്ങിക്കാൻ പോകുന്ന അതെ. ആ അമ്മച്ചി വാങ്ങിച്ചു തരുവോ? അമ്മച്ചി വാങ്ങിച്ചു തരുവോ? എന്താ എന്താ ഏത് മാവ് പൂത്തുണ്ട്. അങ്ങോട്ട് പോകണ്ടേ, നീ വീട്ടിൽ പോവാ കേട്ടോ. നമുക്കിനി പിന്നെ വരാട്ടാ, നാളെ വരാട്ടാ. ആ ഇഷ്ടമായോ? അതെ ബേബി ഹാപ്പി ആയോ? ആ ഹാപ്പിയാണ്. പോവാ ആ കാലുമൊക്കെ അതാ കേക്ക് കുഞ്ഞിൻ്റെ വലിയ സീല് കയ്യിൽ നിന്നിട്ട് വാങ്ങിയവൻ ആട്ടോ. അവിടെ ഐസ്ക്രീം മേടിക്കാൻ പോവാ. അമ്മയ്ക്കുണ്ടാ ഐസ്ക്രീം വേണോ? കുഞ്ഞിന് വേണോ? തണവാണ് കയറിയ ടാറ്റ പറയ്. ആ അതെ ആ ഇരിക്കാം. അപ്പം ഞാനിരിക്കട്ടെ. അപ്പം അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറയുക കാരണം മാത്രമായിട്ട് അവ അവിടെ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ അപ്പോൾ കരഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നിരുന്നു. അത് നമ്മൾ തൃത്താല സെൻറ്ററിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഐസ്ക്രീം. അപ്പോൾ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ബൈ.